അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത് എന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് കേട്ടോ. ഭാരതീയ സാക്ഷ്യ അധിനിയം BSA 2023. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. അപ്പോൾ ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം ഏത് നിയമത്തിന് പകരം കൊണ്ടുവന്നതാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് കേട്ടോ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരം കൊണ്ടുവന്നതാണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോ ഈ ഭാരതീയ സാക്ഷ്യ ബില്ല് കേട്ടോ, ഇതിന്റെ നിയമമാവുന്നതിന് മുന്നേ ഉള്ള ബില്ല് ഉണ്ടല്ലോ. അപ്പൊ ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 2023 ഓഗസ്റ്റ് 11 കേട്ടോ. ലോക്സഭയിൽ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഡേറ്റ് ആണ് 2023 ഓഗസ്റ്റ് 11. അതേസമയം ബില്ല് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഏത് മന്ത്രിയാണ്? നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ. പിന്നെ നമ്മുടെ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടത് 2023 ഓഗസ്റ്റ് 11 തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബില്ല് അവതരിപ്പിച്ചതും ഓഗസ്റ്റ് 11, 2023 ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തതും ഈ 2023 ആഗസ്റ്റ് 11. അപ്പോ ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇതെല്ലാം പുതിയത് വന്നതാ. അപ്പൊ ഇതെല്ലാം തന്നെ പഠനത്തിന് വിധേയമാക്കിയ കമ്മിറ്റിയാണ് ഏത്? നമ്മുടെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അപ്പോ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് അവര് അയച്ചു കൊടുത്തല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്. എന്നിട്ട് റിപ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 2023 നവംബർ 10 കേട്ടോ. 2023 നവംബർ 10. ഓക്കെ. അപ്പോ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അംഗീകരിച്ചുകൊണ്ട് രണ്ടാമത് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രണ്ടാമത്. അപ്പൊ അതാണ് എന്നാണ്? 2023 ഡിസംബർ 12 കേട്ടോ. ഡിസംബർ 12 പക്ഷെ 2023 തന്നെ. 2023 ഡിസംബർ 12 ലോക്സഭയിൽ പിന്നെയും ബില്ല് അവതരിപ്പിക്കുക, മോഡിഫൈ ചെയ്തിട്ട്. അപ്പൊ ലോക്സഭ ബില്ല് പാസ്സാക്കിയ വർഷമാണ് 2023 ഡിസംബർ 20 കേട്ടോ. ദിവസം 2023 ഡിസംബർ 20 ലോക്സഭ ബില്ല് പാസ്സാക്കി. അപ്പം രാജ്യസഭ ബില്ല് പാസ്സാക്കിയ ദിവസം ഏതായിരിക്കും? 21 കേട്ടോ, അടുത്ത ദിവസം. അപ്പൊ ഡിസംബർ 20, ഡിസംബർ 21, 2023 ഭാരതീയ സാക്ഷ്യ അധിനിയവും മറ്റ് പുതിയ നിയമങ്ങളും പാസ്സാക്കി. ഡിസംബർ 20 ലോകസഭ പാസ്സാക്കിയോ? ലോകസഭ ബില്ല് പാസ്സാക്കി, മോഡിഫൈ ചെയ്ത ബില്ല്. ഓക്കെ. അതേ പിറ്റേ ദിവസം തന്നെ രാജ്യസഭയും പാസ്സാക്കി. നിയമമാണെങ്കിൽ ആരൊപ്പ് വെക്കണം ഇനി? അതെ, പ്രസിഡന്റ്, രാഷ്ട്രപതി ഒപ്പുവെക്കണം. അപ്പൊ രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ നിയമമായി. അപ്പോ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ക്രിസ്മസ് ദിനമാണ്, 2023 ഡിസംബർ 25. അപ്പൊ ആരാ രാഷ്ട്രപതി ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ്? ദ്രൗപദി മുർമു ആണ് കേട്ടോ. അതെ, ദ്രൗപദി മുർമു. ഓക്കെ. അപ്പോ ഭാരതീയ സാക്ഷ്യ അധിനിയം നിലവിൽ വന്നത് എന്നാണ്? അടുത്ത കൊല്ലവാ. അതായത് 2024 ജൂലൈ 1 കേട്ടോ. 2024 ജൂലൈ 1 നിലവിൽ വരുന്നത്. അപ്പോ കോടതിയില് കേസ് നടത്തിപ്പിന്റെ ഭാഗമായി തെളിവുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചും തെളിവുകൾ ഏതൊക്കെയാണെന്ന് അല്ലെങ്കിൽ ആര് ഹാജരാക്കണമെന്ന് പ്രതിപാദിക്കുന്നതാണ് ഈ നിയമം കേട്ടോ. അപ്പൊ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഇന്ത്യൻ തെളിവ് നിയമത്തിൽ നിന്നും അതുപോലെ തന്നെ നിലനിർത്തിയ ചില വ്യവസ്ഥകളുണ്ട്. അതായത് സ്വീകാര്യമായ തെളിവുകള്, തെളിയിക്കപ്പെട്ട ഒരു വസ്തുത, പോലീസിനോടുള്ള കുറ്റസമ്മതം തുടങ്ങിയവ. അപ്പോ പ്രധാന മാറ്റങ്ങള്, നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങള് ഏതിലൊക്കെയാണ്? ഡോക്യുമെന്ററി തെളിവുകൾ കേട്ടോ. ഡോക്യുമെന്ററി തെളിവ്. പിന്നെന്തുവാ? വാക്കായുള്ള തെളിവുകള്.
വാക്കായുള്ള തെളിവ്, ഓറൽ എവിഡൻസ്. ഏറ്റവും നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ അന്യാധീനപ്പെട്ട ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഓറൽ എവിഡൻസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നോ അത്രയും തന്നെ പ്രാധാന്യം നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലും ഓറൽ എവിഡൻസിന് ഉണ്ട്. പിന്നെ തെളിവുകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഡിജിറ്റൽ തെളിവുകള്, പിന്നെ വാമൊഴി രേഖകള്, പിന്നെ മറ്റ് തെളിവുകളുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും വസ്തുതകള്, അതെല്ലാം തന്നെ. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകളുടെ സ്വീകാര്യത, പിന്നെന്താ സെക്കൻഡറി തെളിവുകള്, ദ്വിതീയ തെളിവുകള്, പിന്നെ ജോയിന്റ് ട്രയൽസ്, അങ്ങനെയൊക്കെ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോ ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ആകെ ഭാഗങ്ങള് എത്ര എണ്ണമാണ്? 4 ഭാഗങ്ങളുണ്ട് കേട്ടോ. 4 ഭാഗങ്ങള്, 170 സെക്ഷന്, 12 അധ്യായം. അത് എഴുതി വെച്ചോ ഒന്ന്. 4 ഭാഗങ്ങൾ, 170 സെക്ഷൻസ്, 12 അധ്യായങ്ങള്. ഓക്കെ. അപ്പോ ഈ ഭാരതീയ സാക്ഷ്യ അധിനിയത്തില് പാർട്ട് 1 എന്ന് പറയുന്നത് എപ്പോഴും, അതിപ്പോ എല്ലാ കാര്യത്തിലും പ്രിലിമിനറി എന്ന് പറയും അല്ലെ, പ്രാരംഭികം എന്ന് പറയുന്ന ഭാഗമാണ്. പ്രാരംഭികം. പാർട്ട് 1 എന്ന് പറയുന്നത് പ്രാരംഭികം അല്ലെങ്കിൽ പ്രിലിമിനറി. പാർട്ട് 2 എന്ന് പറയുന്നത് റെലവൻസി ഓഫ് ഫാക്ട് കേട്ടോ, വസ്തുതകളുടെ പ്രസക്തി. ഓക്കെ. പിന്നെ പാർട്ട് 3 ഓൺ പ്രൂഫ്, അതായത് തെളിവിനെ സംബന്ധിച്ചുള്ളതാ, ഓൺ പ്രൂഫ്. പിന്നെ പാർട്ട് 4 അതെന്താ? പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ് കേട്ടോ. പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവ് ഹാജരാക്കലും അതിന്റെ ഫലവുമാണ് പാർട്ട് 4. ഓക്കെ. പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓൺ എവിഡൻസ്, എഫക്ട് ഓഫ് എവിഡൻസ്, അതായത് തെളിവ് ഹാജരാക്കലും അതിന്റെ ഫലവും. അപ്പൊ ഏതൊക്കെയാണ്? പാർട്ട് 1 പ്രിലിമിനറി, പാർട്ട് 2 റെലവൻസി ഓഫ് ഫാക്ട്, പാർട്ട് 3 ഓൺ പ്രൂഫ്, പാർട്ട് 4 പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ്. ശരി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡെഫിനിഷൻസ് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തില് നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പ് സെക്ഷൻ 2 ആണ് കേട്ടോ. 2 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാമത്തെ എന്തുവാ? നമ്മള് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയും അല്ലേ. മിക്ക എല്ലാത്തിലും നമ്മുടെ പഴയ നിയമത്തിലും ഇത് തന്നെ ആയിരുന്നല്ലോ. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ. ഷോർട്ട് ടൈറ്റിൽ ആപ്ലിക്കേഷൻ ആൻഡ് കമൻസ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കപ്പേര്, നിയമം ബാധകമായ സാഹചര്യങ്ങൾ, പ്രാരംഭം. അതാണ് സെക്ഷൻ 1 കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോ, സെക്ഷൻ 1. പിന്നെ സെക്ഷൻ 1 സബ്സെക്ഷൻ ഉണ്ട്. അതിലെന്താണ്? സെക്ഷൻ 1 സബ്സെക്ഷൻ 2 കോർട്ട് മാർഷൽ ഉൾപ്പെടെ ഒരു കോടതിക്ക് മുന്നിലോ മറ്റുള്ള ജുഡീഷ്യൽ നടപടികൾക്കും ഈ നിയമം ബാധകമാണ് കേട്ടോ. കോർട്ട് മാർഷൽ ഉൾപ്പെടെ കേട്ടോ, ഏതെങ്കിലും കോടതിയിലോ കോടതിക്ക് മുമ്പാകെയോ ഉള്ള എല്ലാ നടപടികൾക്കും ഈ നിയമം ബാധകമാണ്. ഓക്കെ. അത് സെക്ഷൻ 1 ആണേ. സെക്ഷൻ 1 സബ്സെക്ഷൻ 2 ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ നമ്മുടെ സെക്ഷൻ 1 കേട്ടോ. സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ ആപ്ലിക്കേഷൻ ആൻഡ് കമൻസ്മെന്റ്, അതായത് ചുരുക്കപ്പേര്, നിയമം ബാധകമായ സാഹചര്യങ്ങൾ, പ്രാരംഭം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 1 സബ്സെക്ഷൻ ആയ 2, സെക്ഷൻ 1 2 പറഞ്ഞേക്കുന്നത് എന്താണ്? കോർട്ട് മാർഷൽ ഉൾപ്പെടെ ഏതെങ്കിലും കോടതിയിലോ കോടതിക്ക് മുമ്പാകെയോ ഉള്ള എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ഈ നിയമം ബാധകമാണ്. ഓക്കെ. അതാണ് നമ്മുടെ സെക്ഷൻ 1. അതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ സെക്ഷൻ 2 ഉൾപ്പെടുന്നത്. അപ്പൊ സെക്ഷൻ 2 എന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2 കേട്ടോ. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റില്, സെക്ഷൻ 2 നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പ്. അപ്പം സെക്ഷൻ 2 സബ്സെക്ഷൻ 1, അപ്പൊ അതില് ഡി എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ ഡോക്യുമെന്റ്. സെക്ഷൻ 1D കേട്ടോ. സെക്ഷൻ 2(1)D. സെക്ഷൻ 2(1)D ആണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ രേഖ.
അപ്പോൾ എന്താ അത്? അക്ഷരങ്ങള്, സംഖ്യകള്, അടയാളങ്ങള്. അപ്പോൾ സെക്ഷൻ 2(1)(d) ഡോക്യുമെന്റ്സ് അഥവാ രേഖ. അപ്പോൾ അക്ഷരങ്ങള്, സംഖ്യകള്, അടയാളങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ വഴി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നിലധികം മാർഗങ്ങൾ വഴി ഒരു വസ്തുവിന്മേൽ പ്രകടിപ്പിക്കുകയോ വിവരിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്ത കാര്യം ആണ് രേഖ. അപ്പോൾ ഡിജിറ്റൽ രേഖകളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണേ, ഡിജിറ്റൽ രേഖകൾ. അപ്പൊ ലിഖിത രേഖകൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ലിഖിത രേഖകള് അഥവാ അച്ചടിച്ചതോ ലിത്തോഗ്രാഫ് ചെയ്തതോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ചെയ്തതോ ആയ വാക്കുകൾ കേട്ടോ. അച്ചടിച്ചതോ ലിത്തോഗ്രാഫ് ചെയ്തതോ ഫോട്ടോഗ്രാഫ് ചെയ്തതോ ആയ വാക്കുകൾ. പിന്നെന്തുവാ ഉള്ളത്? ഭൂപടമോ പ്ലാനോ. അപ്പൊ അതൊക്കെ രേഖകളാ. ഭൂപടമോ പ്ലാനോ അല്ലെങ്കിൽ ലോഹത്തകിടിലോ ശിലയിലോ ഉള്ള ഒരു ആലേഖനം അല്ലെ, ലോഹത്തകിടിലോ ശിലയിലോ ചെയ്ത ഒരു ആലേഖനം. പിന്നെന്താ? കാരിക്കേച്ചർ, പത്രങ്ങളിലൊക്കെ വരയ്ക്കുന്ന കാർട്ടൂൺ കണക്ക് കാരിക്കേച്ചർ. പിന്നെന്താണ്? ഇമെയിലിലെ ഇലക്ട്രോണിക്സ് റെക്കോർഡ്, സെർവർ ലോഗ്സ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ എന്നിവയിലെ ഡോക്യുമെന്റുകള്, മെസ്സേജുകള്. പിന്നെന്താ? ലൊക്കേഷണൽ എവിഡൻസ്, ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള വോയിസ് മെയിലുകള് അല്ലെങ്കിൽ വോയിസ് റെക്കോർഡുകൾ. ഇതെല്ലാം തന്നെ എന്തായിട്ട് സ്വീകരിക്കാൻ സാധിക്കും? നമ്മുടെ 2(1)D പ്രകാരം ഇതെല്ലാം തന്നെ തെളിവുകളാണ് കേട്ടോ. 2(1)D പ്രകാരം ഇതെല്ലാം തന്നെ തെളിവുകളായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് 2(1)E ആണ്. 2(1)D നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ്, രേഖ. അടുത്തത് 2(1)E. അപ്പൊ ഓർക്കാൻ എളുപ്പമാണ്. D ഡോക്യുമെന്റും E വരുന്നത് ഇവിടെ വരുന്നത് 2(1)E വരുന്നത് എവിഡൻസ് ആണ് കേട്ടോ. എവിഡൻസ് അഥവാ തെളിവ്. അപ്പൊ തെളിവ് രണ്ട് തരമായിട്ട് നമുക്ക് തിരിക്കാം. വാക്കാലുള്ള തെളിവും രേഖാമൂലമുള്ള തെളിവും. അപ്പൊ വാക്കാലുള്ള തെളിവാണ് ഓറൽ എവിഡൻസ്. അപ്പോ അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളിലെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ കോടതി അനുവദിച്ചിട്ടോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടോ നൽകുന്ന എല്ലാ പ്രസ്താവനകളും ഓറൽ എവിഡൻസ് അഥവാ വാക്കാലുള്ള തെളിവിനാണ് ഉൾപ്പെടുന്നത്. അതേസമയം രേഖാമൂലമുള്ള തെളിവ് അഥവാ ഡോക്യുമെന്ററി എവിഡൻസ്, ഇലക്ട്രോണിക്, ഡിജിറ്റൽ രേഖ ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ പരിശോധനയ്ക്ക്. അപ്പോ രേഖാമൂലം തെളിവ് കേട്ടോ. രേഖാമൂലം തെളിവ് എന്താണ്? ഡോക്യുമെന്ററി എവിഡൻസ്. ഇലക്ട്രോണിക്, ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ പരിശോധനയ്ക്ക് ഹാജരാക്കുന്ന എല്ലാ രേഖകളും രേഖാമൂലം തെളിവെന്നതിൽ ഉൾപ്പെടുന്നു കേട്ടോ. അപ്പൊ നമ്മൾ 2(1)D പറഞ്ഞു ഡോക്യുമെന്റ്, 2(1)E പറഞ്ഞു എവിഡൻസ് അഥവാ തെളിവ്. അടുത്തതായി നമ്മള് 2(1)F ആണ് കേട്ടോ. 2(1)F എന്ന് പറയുമ്പോൾ ഫാക്ട് ആണ് കേട്ടോ. ഫാക്ട് അഥവാ വസ്തുത. അപ്പോ D ഡോക്യുമെന്റ്, E എവിഡൻസ്, F ഫാക്ട് കേട്ടോ. അപ്പൊ അത് 2(1)F ആണ്. DEF ഫാക്ട്. അപ്പൊ വസ്തുത എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുത എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഏതെങ്കിലും സംഗതി, ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ സംഗതികളുടെ അവസ്ഥ, അതാണ് നമ്മുടെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ശാരീരികമോ ബാഹ്യമോ ആയ വസ്തുതകളെന്നും നമുക്ക് വിളിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബോധമുള്ള ഏതെങ്കിലും ഒരു മാനസികാവസ്ഥ. അപ്പൊ ഇവയെ എന്ത് നമുക്ക് പറയാം? മനഃശാസ്ത്രപരമോ ആന്തരികമോ ആയ വസ്തുത എന്ന് വിളിക്കാൻ പറ്റും. ഏതെങ്കിലും വ്യക്തിക്ക് ബോധമുള്ള ഒരു മാനസികാവസ്ഥ. ഓക്കെ. അതായത് ഒരാള് എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഒരാള് ചില വാക്കുകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അതും ഒരു വസ്തുതയാണ്. പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ക്രമത്തിൽ ചില പ്രത്യേക വസ്തുക്കൾ അയാൾ എടുത്തു വെച്ചെന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോ D എന്തായിരുന്നു? 2(1)D ഡോക്യുമെന്റ്, 2(1)E എവിഡൻസ്, 2(1)F ഫാക്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 2(1)G ആണ്. ഓക്കെ. 2(1)G. അപ്പൊ ഇതെന്താണ്? ഫാക്ട് ഇൻ ഇഷ്യൂ എന്നാണ്. അടുത്തതായിട്ട്
നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാല് 21G ആണ് കേട്ടോ. 21G. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ കവർ ചെയ്തു? 21D പറഞ്ഞു ഡോക്യുമെന്റ്, 21E പറഞ്ഞു എവിഡൻസ്, 21F പറഞ്ഞു ഫാക്ട്. പിന്നെന്താണ് ഇനി വരുന്നത്? 21G ആണ്, അഥവാ ഫാക്ട്സ് ഇൻ ഇഷ്യൂ, അഥവാ വിവാദ വസ്തുതകൾ. അപ്പോ ഏതെങ്കിലും ഒരു നിയമ നടപടിയിൽ സ്ഥിരീകരിച്ചതോ അല്ലെങ്കിൽ നിരസിക്കപ്പെട്ടതോ ആയ ഒരു അവകാശത്തിന്റെയോ ബാധ്യതയുടെയോ സ്വഭാവം, വ്യാപ്തി എന്നിവ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റു വസ്തുതകളുമായി ചേർന്നോ വെളിവാക്കുന്ന വസ്തുതകൾ എന്ന് അർത്ഥമാകുന്നത്. അതായത് ഈ ഫാക്ട് ഓഫ് ഇഷ്യൂവിന്റെ കാര്യം പറയുന്നത്, ഫാക്ട്സ് ഇൻ ഇഷ്യൂ, വിവാദ വസ്തുതകളുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോ ഒറ്റയ്ക്ക് തന്നെ ഒരു തെളിവായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വസ്തുതകളുമായിട്ട് ചേർന്ന് തെളിവാവുന്ന വസ്തുതകളാണിത്, ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഇപ്പൊ കുറ്റാരോപിതരുടെ കുറ്റമോ നിരപരാധിത്വമോ അല്ലെങ്കിൽ കക്ഷികളുടെ ബാധ്യതയോ സ്ഥാപിക്കുന്നതിന് തെളിയിക്കപ്പെടുകയോ നിരാകരിക്കപ്പെടുകയോ ചെയ്യേണ്ട വസ്തുതകളാണ് ഈ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. അതായത് BA കൊല ചെയ്തു എന്ന കുറ്റം എയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ, ആരോപിക്കപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അയാളുടെ വിചാരണയിൽ താഴെ പറയുന്ന വസ്തുതകൾ പ്രശ്നമാവും. അതായത് A ബിയുടെ മരണം സംഭവിപ്പിച്ചു എന്നത്, അല്ലെങ്കിൽ A ബിയുടെ മരണം സംഭവിപ്പിക്കണം എന്നുദ്ദേശിച്ചു എന്നത്, എക്ക് ബിയിൽ നിന്ന് ഗൗരവമായതും പെട്ടെന്നുണ്ടായതുമായ പ്രകോപനം ഉണ്ടായിട്ടുണ്ട് എന്നത്, ബിയുടെ മരണം സംഭവിച്ച കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം കേട്ടോ, ചിത്തഭ്രമം കാരണം എക്ക് അത് തിരിച്ചറിയാൻ കഴിവില്ലായിരുന്നു എന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താ, ഈ BA A കൊല ചെയ്തു എന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പൊ അതിലെ വിചാരണയിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടുകളാണ് ഇതെല്ലാം, വസ്തുതകളാണ് ഈ സംഭവങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ അതാണ് 21G കേട്ടോ, ഫാക്ട്സ് ഇൻ ഇഷ്യൂ. അടുത്തത് 21K ആണ് കേട്ടോ, 21K അഥവാ റെലവന്റ്, പ്രസക്തം. അപ്പൊ ഈ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഏതെങ്കിലും രീതിയിൽ ഒരു വസ്തുത മറ്റൊരു വസ്തുതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ആ ഒരു വസ്തുത മറ്റേതിന് പ്രസക്തമാണ് എന്ന് പറയാം. ഓക്കെ, അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു വസ്തുത മറ്റൊരു വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഒരു വസ്തുത മറ്റേതിന് പ്രസക്തമാണ് എന്ന് പറയാം. അതായത് 21K ആണ് കേട്ടോ, 21K റെലവൻസ് അല്ലെങ്കിൽ പ്രസക്തം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫെഷൻ ആണ് കേട്ടോ, കൺഫെഷൻ അഥവാ കുറ്റസമ്മതം. ഓക്കെ, അപ്പോ ഇതിൽ വരുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 ആണ് കേട്ടോ, കൺഫെഷൻ സെക്ഷൻ 22. അപ്പോ അതിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ കോസ്ഡ് ബൈ ഇൻഡ്യൂസ്മെന്റ്, ത്രെറ്റ്, കോയർഷൻ ഓർ പ്രോമിസ് വെൻ ഇറവലവന്റ് ഇൻ ക്രിമിനൽ പ്രൊസീഡിംഗ് എന്നാണ്. അഥവാ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോഴാണ് അപ്രസക്തം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണിത് കേട്ടോ. സെക്ഷൻ 22 കൺഫെഷൻ, കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോഴാണ് അപ്രസക്തമാവുന്നത് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണിത്. അപ്പൊ കുറ്റാരോപിതനായ വ്യക്തി അധികാര സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ പ്രേരണയുടെയോ ഭീഷണിയുടെയോ വാഗ്ദാനത്തിന്റെയോ ഫലമായാണ് കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ ആ കുറ്റസമ്മതം അപ്രസക്തമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്നാൽ ഏതെങ്കിലും ഒരു ഭീഷണിയോ പ്രേരണയോ നിർബന്ധമോ മൂലം ഉണ്ടായ മതിപ്പ് കോടതിയുടെ അഭിപ്രായത്തിൽ പൂർണ്ണമായും നീക്കപ്പെട്ടതിന് ശേഷമാണ് കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ അത് പ്രസക്തമാണ് കേട്ടോ. അതായത് ആദ്യമേ ഇതുപോലെ ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചു, ഒരു കുറ്റം സമ്മതിച്ചു, ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ആയിരിക്കാം, അല്ല ചിലപ്പം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാര് വിരട്ടി സമ്മതിപ്പിച്ചായിരിക്കും കുറ്റം. അപ്പൊ അത് കോടതി ഇടപെട്ട് ആ കുറ്റം ഏറ്റതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അതിന് ശേഷവും പിന്നെ കുറ്റസമ്മതമായിട്ട് അയാൾ നടത്തുവാണെങ്കിൽ, ആ വ്യക്തി നടത്തുവാണെങ്കിൽ അത് തെളിവായിട്ട് തന്നെ സ്വീകരിക്കും, പ്രസക്തമാണ്. പിന്നെന്താണ്, കുറ്റാരോപിതനായ വ്യക്തി കുറ്റസമ്മതം രഹസ്യ വാഗ്ദാനത്തിന് കീഴിലോ അല്ലെങ്കിൽ കുറ്റസമ്മതം നേടിയെടുക്കാൻ കുറ്റാരോപിതനായ വ്യക്തിയിൽ നടത്തിയ വഞ്ചനയുടെ ഫലമായോ അല്ലെങ്കിൽ അയാൾ മദ്യപിച്ചപ്പോൾ നടത്തിയത് കൊണ്ടോ അപ്രസക്തമാവില്ല കേട്ടോ. കുറ്റാരോപിതനായ വ്യക്തി കുറ്റസമ്മതം രഹസ്യ വാഗ്ദാനത്തിന് കീഴിലോ അല്ലെങ്കിൽ കുറ്റസമ്മതം നേടിയെടുക്കാൻ കുറ്റാരോപിതനായ വ്യക്തിയിൽ നടത്തിയ വഞ്ചനയുടെ ഫലമായോ
അല്ലെങ്കിൽ അയാൾ മദ്യപിച്ചപ്പോൾ നടത്തിയ കൊണ്ടോ അപ്രസക്തമാവില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 22 അഥവാ കൺഫഷൻ കോസ്ഡ് ബൈ ഇൻഡ്യൂസ്മെന്റ്. ഓക്കെ, അടുത്തത് നമ്മുടെ സെക്ഷൻ 23 ആണ് കേട്ടോ. സെക്ഷൻ 23 അഥവാ കൺഫഷൻ ടു പോലീസ് ഓഫീസർ. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന യാതൊരു കുറ്റസമ്മതവും കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾക്കെതിരെ തെളിയിക്കുവാൻ പാടില്ല കേട്ടോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന ഒരു കുറ്റസമ്മതവും കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾക്കെതിരെ തെളിയിക്കുവാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ആള് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ നടത്തുന്ന ഒരു കുറ്റസമ്മതവും ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ളതല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ആൾക്കെതിരെ തെളിയിക്കുവാൻ പാടുള്ളതല്ല. പക്ഷെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കാം. ഓക്കെ, അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ ഫലമായി വെളിപ്പെടുത്തപ്പെട്ടതെന്ന നിലയിൽ ഏതെങ്കിലും വസ്തുതയ്ക്ക് മൊഴി കൊടുക്കുമ്പോൾ അത് കുറ്റസമ്മതം ആകുകയാണെങ്കിലും അല്ലെങ്കിലും അതുവഴി തെളിയിക്കാവുന്നതാണ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു തടവുകാരനിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തെരച്ചിൽ നടത്തിയ ഒരു തൊണ്ടി മുതൽ കണ്ടെടുക്കുന്ന പക്ഷം അത്തരം കണ്ടെടുക്കൽ ആ തടവുകാരൻ നൽകിയ വിവരം സത്യമാണെന്നുള്ളതിനൊരു ഉറപ്പാണ് കേട്ടോ. തൊണ്ടി മുതലൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് കള്ളന്മാര് അപ്പൊ അത് ഈ കള്ളൻ ഇന്നടത്താണ് സാറേ ഒളിപ്പിച്ചു വെച്ചതെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുവാണെങ്കിൽ അതൊരു തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റും, ആധാരമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോ വിവരങ്ങൾ നൽകുന്ന വ്യക്തി ഒരു കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ഇങ്ങനെ നമ്മൾ തെളിയിക്കണമെങ്കിൽ വിവരങ്ങൾ നൽകുന്ന വ്യക്തി ഒരു കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ആ വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലായിരിക്കണം. പിന്നെന്താണ്, കണ്ടെത്തിയ വസ്തുവുമായി സ്പഷ്ടമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഭാഗം മാത്രമേ തെളിയിക്കാനാകൂ. ഓക്കെ, കണ്ടെത്തിയ വസ്തു ചോദ്യം ചെയ്യപ്പെട്ട കുറ്റകൃത്യം ചെയ്തതുമായി സ്പഷ്ടമായി ബന്ധപ്പെട്ടിരിക്കണം. ശരി, ഇത്രയും ഓക്കെ ആയല്ലോ. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 24 കേട്ടോ. സെക്ഷൻ 24 കൺഫഷനകത്തെയും ലാസ്റ്റ് സെക്ഷൻ ആണ്. സെക്ഷൻ 24 കൺസിഡറേഷൻ ഓഫ് പ്രൂവ്ഡ് കൺഫഷൻ അഫക്റ്റിംഗ് പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ആൻഡ് അതേഴ്സ് ജോയിൻലി അണ്ടർ ട്രയൽ ഫോർ സെയിം ഒഫൻസ്. അതായത് എന്താണ്, ഒന്നിലധികം ആളുകൾ കൂട്ടായി വിചാരണ ചെയ്യപ്പെടുകയും അവരിൽ ഒരാള് അയാളെയും മറ്റു ചിലരെയും ബാധിക്കുന്ന വിധത്തിൽ നടത്തുന്ന കുറ്റസമ്മതം തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കോടതിക്ക് അങ്ങനെയുള്ള കുറ്റസമ്മതം മറ്റുള്ളവർക്കെതിരെ എന്ന പോലെ തന്നെ കുറ്റസമ്മതം നടത്തുന്ന വ്യക്തിക്കെതിരെയായും പരിഗണിക്കാവുന്നതാണ്. എന്താണ്, ഒന്നിലധികം ആളുകൾ കൂട്ടായി വിചാരണ ചെയ്യപ്പെടുകയും എന്തിനേലും പ്രതികളാന്ന് വെച്ചോ, കൂട്ടുപ്രതികളായിരിക്കുമല്ല. അപ്പൊ അവരിൽ ഒരാള് അയാളുടെയും മറ്റു ചിലരെയും ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റവരൊന്നും പറഞ്ഞു കാണത്തില്ല, പക്ഷെ ഇയാള് രക്ഷപ്പെടണം എന്നുള്ള ഇതുകൊണ്ട് ചിലപ്പം സത്യങ്ങൾ പറഞ്ഞു കാണും. മറ്റവരുടെ എല്ലാം ബന്ധം ആ കുറ്റകൃത്യത്തില് അവരുടെ എല്ലാം എന്താണ് ആ ഒരു ഇൻവോൾവ്മെന്റിന്റെ കാര്യമൊക്കെ അയാൾ പറഞ്ഞു കാണും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കോടതിക്ക് അങ്ങനെ കുറ്റസമ്മതം മറ്റുള്ളവർക്കെതിരെ എന്ന പോലെ തന്നെ കുറ്റസമ്മതം നടത്തുന്ന ആ വ്യക്തിക്കെതിരെയും പരിഗണിക്കാൻ പറ്റും കേട്ടോ. അതായത് കൂട്ടുപ്രതികൾക്ക് കോടതി ശിക്ഷിക്കുന്ന ആ ഒരു പനിഷ്മെന്റ് തന്നെ ഈ കുറ്റസമ്മതം നടത്തിയ ആൾക്കും കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇളവ് കൊടുക്കുമായിരിക്കും, എന്നാലും കോടതിക്ക് അതേ എന്താണ് ശിക്ഷ തന്നെ കുറ്റസമ്മതം നടത്തുന്ന വ്യക്തിക്കും കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണ് 24 പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് പറഞ്ഞാല് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ. പിന്നെന്താണ് അതില് ഡെഫിനിഷൻസ് പറഞ്ഞു. സെക്ഷൻ 2 ഡോക്യുമെന്റ്, അഥവാ എളുപ്പമാണ് ഓർക്കാൻ 21D. ഡി ആണ് ഡോക്യുമെന്റ്. അടുത്തത് 21E, അതായത് എവിഡൻസ് ആണ് കേട്ടോ, തെളിവാണ്. അടുത്തത് F ആണ്, സെക്ഷൻ 21F അഥവാ ഫാക്ട്, വസ്തുത. അടുത്തത് പക്ഷെ G എന്ന് പറയുന്നത് ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയും കേട്ടോ, ഫാക്ട് ഇൻ ഇഷ്യൂ. അപ്പൊ പിന്നെന്താണ് പറഞ്ഞത് 21K അഥവാ റെലവന്റ് അഥവാ പ്രസക്തം. പിന്നെ നമ്മൾ കൺഫഷന്റെ കാര്യം പറഞ്ഞാൽ 22 സെക്ഷൻ 22 കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോഴാണ് അപ്രസക്തം എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ കുറ്റാരോപിതനായ വ്യക്തി അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രേരണയോടെയോ ഭീഷണിയുടെ ഫലം കൊണ്ടാണ് കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ അത് അപ്രസക്തമായിരിക്കും എന്നാ അവിടെ പറയുന്നത്. പിന്നെ 23 എന്താണ് സെക്ഷൻ 23 കൺഫഷൻ ടു പോലീസ് ഓഫീസർ. അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കൂടെ ഇല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ
തൊട്ടടുത്ത സാന്നിധ്യത്തിൽ നടത്തിയ കുറ്റസമ്മതം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കെതിരായിട്ട് പറഞ്ഞത് തെളിയിക്കാൻ പാടുള്ളതല്ല എന്നാണ് സെക്ഷൻ 23 പറയുന്നത്. പിന്നെ ലാസ്റ്റ് എന്താണ്, സെക്ഷൻ 24 എന്താണ്, ഒന്നിലധികം ആളുകൾ കൂട്ടായി വിചാരണ ചെയ്യപ്പെടുകയും അവരിൽ ഒരാള് അയാളെ മറ്റു ചിലരുടെയും ബാധിക്കുന്ന തരത്തിലുള്ള കുറ്റസമ്മതം തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കോടതിക്ക് ഈ കുറ്റസമ്മതം മറ്റുള്ളവർക്കെതിരെയും എന്ന പോലെ തന്നെ കുറ്റസമ്മതം നടത്തിയ വ്യക്തിക്കെതിരായി പരിഗണിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കൺഫെഷൻ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.